ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഉരുളി എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴണ്ടി വരുമ്പോൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, ജീരകം, കറുകപ്പട്ട, ബേ ലീഫ് എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി വേകുമ്പോഴേക്കും ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് ആദ്യം തന്നെ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് സ്ക്രബിൾ ചെയ്തെടുക്കാം. ഇതിലേക്കിടാൻ നമുക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ആവശ്യമുള്ളത്. ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, പയർ, ബീൻസ് ഒക്കെ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്കിടാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വഴറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് സോയാബീൻ വറുത്തതും ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടെ വറുത്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. അതിനുശേഷം അടപ്പ് തുറന്ന് നോക്കി, അപ്പം നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. പിന്നെ ഞാനൊരു പ്ലേറ്റ് എടുത്തു. അതിലേക്ക് കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മയോണൈസും പപ്പടവും അച്ചാറും ഇത്രയും കൂട്ടി ഇത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.